ഹലോ വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ആവിയിൽ വേവിച്ചൊരു പലഹാരമാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കും ആണ്, അതുപോലെ ബ്രേക്ക്ഫാസ്റ്റും ആണ്. ഇത് ഉള്ളിൽ ചിക്കൻ്റെ ഫില്ലിങ്ങും പുറത്ത് നല്ല ഒരു ചമ്മന്തിയുടെ ഒരു കോട്ടിങ്ങൊക്കെ വെച്ചിട്ട് സൂപ്പറായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ നമ്മുടെ കണ്ണൂർ സ്പെഷ്യലും കൂടി കേട്ടോ. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂണോളം ഇഞ്ചി അരിഞ്ഞതും പിന്നെ 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ 2 സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നവരൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതുപോലെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. വേറെ പൊടികളൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പൊടികളൊന്ന് കുക്കായതിന് ശേഷം ഇതിലേക്ക് വേവിച്ച് മിക്സിയിലിട്ട് പൊടിച്ച് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 200 ഗ്രാമോളം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. വേവിക്കുന്ന സമയത്ത് ഉപ്പും മഞ്ഞളും കുറച്ച് മുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് മിക്സിയിലിട്ട് ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തതാണ്. അത് ചേർത്തിട്ട് നമ്മുടെ മസാലയായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു കപ്പ് പച്ചരി ഒരു 4 മണിക്കൂർ കുതിർത്തി വെച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അരമുറി തേങ്ങ ചിരവിയതും പിന്നെ ഒരു സവാള, 1 ടീസ്പൂണോളം പെരിഞ്ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു അരക്കപ്പോളം വെള്ളം ചേർത്തിട്ട് ഇത് ചെറിയൊരു തരിതരിപ്പോടെ നമുക്കൊന്ന് അരച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റ് ആവണ്ട. അപ്പോൾ ഇതുപോലെ അരച്ചെടുത്തത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് നോക്കിയിട്ട് ആഡ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മളിതിലേക്ക് നമ്മുടെ കണ്ണൂർ സ്റ്റൈലിലുള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് പച്ചവെള്ളത്തിൽ ഡയറക്റ്റ് ഇതുപോലെ ആഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇതിങ്ങനെ തന്നെ കുഴച്ചെടുക്കുന്ന പൊടിയാണ്. അപ്പോൾ പൊതുവേ ചൂടുവെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ചിട്ട് കുഴച്ചെടുക്കാറുണ്ടല്ലോ പുറത്തൊക്കെ പത്തിരിക്ക്. അപ്പോൾ അതുപോലെ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച മാവും പിന്നെ ആ ഒരു മസാലയാണ് വേണ്ടത്. ഇപ്പോൾ മാവിന്ന് ചെറിയൊരു ബോൾ എടുക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ നടുവിലായിട്ട് ആ ഫില്ലിംഗ് അങ്ങ് വെച്ച് കൊടുക്കുക. നടുവിലായിട്ട് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അത് കവർ ചെയ്തിട്ട് ഒരു ബോൾ പോലെ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഫില്ലിങ് നടുവിൽ തന്നെ ആയിരിക്കണം. ഫില്ലിങ് പുറത്താവാതെ നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് തന്നെ ബോളാക്കി എടുക്കുക. ഇപ്പോൾ ക്രാക്കൊന്നും വരരുത് ഉരുട്ടുന്ന സമയത്ത്. ഇതുപോലെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. എല്ലാം അങ്ങനെ തന്നെ ചെയ്തെടുക്കുക. ആദ്യം കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തുക. നടുവിൽ ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് കവർ ചെയ്തിട്ട് ബോൾ പോലെ ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്രാക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കാണുന്ന പോലെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തന്നെ തടവിയിട്ട് ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ അങ്ങനെ ക്രാക്കൊന്നും വരില്ല. അപ്പോൾ എല്ലാം ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ലാസ്റ്റ് നമ്മൾ കുറച്ച് ചമ്മന്തിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക്, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, കുറച്ച് കറിവേപ്പില. ഇത് മിക്സിയിൽ ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഇതുപോലെ ചമ്മന്തി പരുവത്തിലൊന്ന് ആക്കിയെടുക്കണം. എന്നിട്ട് നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ച എല്ലാ ബോളും ഈ ഒരു ചമ്മന്തിയിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലോണം അമർത്തി അതൊന്ന് പ്രസ് ചെയ്തിട്ട് അവിടെ ആക്കണം. നമ്മൾ സാധാരണ തേങ്ങ ചെയ്യുന്നില്ലേ, ഉണ്ടപ്പുട്ടിനൊക്കെ തേങ്ങ ചെയ്യുന്നത് പോലെ ഇതിന് ചമ്മന്തി ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇതുപോലെ ആക്കിയെടുക്കുക. എന്നിട്ടാണ് നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഒരു സ്റ്റീമറിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആവി കയറ്റി എടുക്കണം. 10 മിനിറ്റ് മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഒന്ന് കുക്കായതിന് ശേഷം ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു ചമ്മന്തി കോട്ട് ചെയ്തിട്ടുള്ള ചിക്കൻ ബോൾസ് റെഡി ആയിട്ടുണ്ട്. ആവിയിൽ വേവിക്കുന്ന പലഹാരമായതുകൊണ്ട് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. അങ്ങനെ ഓയിലി സ്നാക്കൊന്നും അല്ലല്ലോ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. അപ്പോൾ ഓരോന്നായിട്ട് ഞാനിങ്ങനെ പ്ലേറ്റിലേക്ക് മാറ്റാണ്. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു ഫില്ലിംഗ് ഒക്കെ വന്നിട്ട് സൂപ്പർ ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു.